Hello Flocks, welcome to the new video from my channel. അപ്പോൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇഡ്ഡലി ദോശ ഒക്കെ. അപ്പം അതിനൊരു കുറച്ച് പണി എളുപ്പമുണ്ട്. തലേദിവസം ഒന്ന് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് സംഭവം ആവുകയും ചെയ്യും. ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു കുറച്ച് സാമ്പാറോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും ഇതേപോലെയുള്ള വൈറ്റ് ഇഡ്ഡലി കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലൊരു എന്നും ഇഡ്ഡലിയാണോ, ഇല്ലെങ്കിൽ പിള്ളേർക്കാണെങ്കിലും ചിലപ്പോൾ ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഈ വൈറ്റ് ഇഡ്ഡലി മാറ്റി വേറൊരു കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ഇഡ്ഡലീസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ലൊരു കളർ ചേഞ്ചിലുള്ള ഒരു ഇഡ്ഡലി കഴിച്ചല്ലോ എന്ന്. അപ്പോൾ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ഇഡ്ഡലീസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ റെഡ് കളറിലുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചുമന്ന ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സിമ്പിൾ പരിപാടിയാണ്. കുറച്ച് ബീട്രൂട്ടിൻ്റെ പീസസ് എടുക്കുക, എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. ഇച്ചിരി വെള്ളം ചേർക്കുക. അത് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം, ഒത്തിരി വെള്ളമൊന്നും ചേർക്കരുത്. എന്നിട്ട് അതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് നമ്മുടെ ഇഡ്ഡലി മാവും കൂടി അതിനകത്തോട്ട് മിക്സ് ചെയ്യുക. അപ്പം ഇതിനകത്ത് കട്ട വരാതെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇഡ്ഡലിയോ ദോശയൊക്കെ ആണെങ്കിൽ അതിനകത്ത് കട്ട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നല്ലപോലെ അരച്ചെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറാണ് താനും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ നല്ലതാണ് ഇത് കഴിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള മാവാണ്. അതിനകത്ത് അത് നമ്മൾ ഈ കളറിനകത്തോട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇഡ്ഡലി ആയിട്ടോ ദോശയായിട്ടോ നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ കുറച്ചും കൂടി ഒരു മാവൊക്കെ ചേർത്ത് കുറച്ചും കൂടി ഒന്ന് ഇതാക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി ഒരു 2-3 കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം നല്ലൊരു കളറാണ്. നോക്കി അതിൻ്റെ കളർ കണ്ടോ നിങ്ങൾ, അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചൊരു ഡാർക്ക് ആവും എന്നുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ സാധാരണ ഇഡ്ഡലി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇഡ്ഡലി തട്ടയിലോട്ട് നമ്മൾ കോരി ഒഴിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇത് ആവിയിൽ വെച്ച് പുഴുങ്ങി എടുക്കുന്നു. അപ്പം നാച്ചുറലായിട്ടുള്ള ഒരു സംഭവം നമുക്ക് കിട്ടുകയും ചെയ്തു. അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവർക്കും അതിശയമായിരിക്കും ഇതിന് ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളത്. അപ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും. ഇതിന് ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. ഞാനും ആദ്യം വിചാരിച്ചു ഇതിന് ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെ, നമ്മുടെ സാധാരണ ഇഡ്ഡലിയുടെ ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ചമ്മന്തിയുടെ കൂടത്തിലോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടത്തിലോ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതങ്ങ് പുഴുങ്ങിയെടുക്കുക എന്നതാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ റെഡ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് ആവും ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇതാണ് അതിൻ്റെ കളറ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓറഞ്ച് ഇഡ്ഡലിയാണ്. ഓറഞ്ച് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓറഞ്ച് കളറിലുള്ള വെജിറ്റബിളായ ക്യാരറ്റ് എടുക്കുക. അതിൻ്റെ കുറച്ച് പീസസ് എടുക്കുക. നല്ലപോലെ വാഷ് ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഒത്തിരി വെള്ളം ചേർക്കരുത്. ഒത്തിരി വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇഡ്ഡലി ഭയങ്കര ഹാർഡായിട്ട് പോകും. അപ്പം കുറച്ച് അത് അരയാനുള്ള ഒരു ഇച്ചിരി വെള്ളം മാത്രം ചേർത്ത് നമ്മളത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും കട്ടയുണ്ടാവാൻ പാടില്ല. കട്ടയുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ അത് കഴിക്കുമ്പം ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അലോസരമായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പം അത് ഒരു പാത്രത്തിലോട്ട് മാറ്റി അതിനകത്തോട്ട് മാവും കൂടി ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിച്ച്, ഇല്ലെങ്കിൽ ദോശയാണെങ്കിലും ചുടാട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ റെഡ് ആണെങ്കിലും ഇതാണെങ്കിലും നമുക്ക് ദോശയായിട്ടും യൂസ് ചെയ്യാം. ദോശക്കല്ലയിൽ ദോശ പോലെ അങ്ങ് പരത്തി നമുക്ക് ഉണ്ടാക്കാം. ഇത് പല ഷേപ്പിൽ പല എന്താ പറയുക പിക്ചേഴ്സൊക്കെ വരച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര എന്താ പറയുക താല്പര്യമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇഡ്ഡലി തട്ടയിലോട്ട് നമ്മുടെ ഓറഞ്ച് ബാറ്റർ ഇവിടെ കോരി ഒഴിക്കുകയാണെങ്കിൽ ഒഴിച്ച് നമ്മളത് ആവിക്ക് വെച്ച് വേവിച്ച് എടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറിലോട്ട് വരും. ഇതിപ്പോൾ ലൈറ്റ് ഓറഞ്ചാണുള്ളത്. പക്ഷേ ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറിലാണ് കിട്ടുന്നത്. കണ്ടോ, ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടെ ഓറഞ്ച് ഇഡ്ഡലിയും അതുപോലെ തന്നെ റെഡ് ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിന് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നാച്ചുറലായിട്ടുള്ള കളർ കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെയൊക്കെ നല്ല എന്താ പറയുക, നല്ല ഗുണകരമായിട്ടുള്ള പച്ചക്കറികൾ അകത്ത് ചെല്ലുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകണ്ട. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.